കൈലാസം ഭൂമിശാസ്ത്രപരമായും ആത്മീയമായും നമ്മെ ഏറെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന ഒരിടം. ബുദ്ധ, ഹിന്ദു, ജൈന മതങ്ങളുടെ പുണ്യസ്ഥലമാണ് ഈ കൈലാസ പർവ്വതം. നമുക്കറിയാവുന്നതുപോലെ ഹിന്ദുമത വിശ്വാസപ്രകാരം ത്രിമൂർത്തികളിൽ ഒരാളായ പരമശിവന്റെ വാസകേന്ദ്രം. എന്നാൽ ശാസ്ത്രലോകത്തിന് മുന്നിൽ ഈ പർവ്വതം ഒരുപാട് നിഗൂഢതകൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന വലിയൊരു പ്രഹേളികയാണ്. ലോകത്തിലെ ഏറ്റവും വലിപ്പം കൂടിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റിൽ 6664 പേരാണ് കയറിയിരിക്കുന്നത് എന്ന് നമുക്കറിയാം. എവറസ്റ്റിനേക്കാളും 2000 മീറ്റർ ഉയരം കുറഞ്ഞ ഈ കൈലാസ പർവ്വതം നാളിതുവരെ കീഴടക്കിയിരിക്കുന്നത് ഒരേ ഒരാൾ മാത്രമാണ്. ഈ പർവ്വതത്തിൽ കയറാൻ ശ്രമിച്ചവരുടെ എല്ലാം നഖങ്ങളും മുടിയും അമിത വേഗതയിൽ വളർന്ന് അവർക്ക് അകാല വാർദ്ധക്യം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. കൈലാസം പ്രകൃതിദത്തമായ ഒരു പർവ്വതമല്ല എന്നും ഇത് വലിയൊരു പിരമിഡാണെന്നും ബഹിരാകാശത്ത് നിന്നും ഭൂമിയിലേക്ക് പതിച്ച വലിയൊരു ബഹിരാകാശ വസ്തുവാണെന്നും അന്യഗ്രഹ ജീവികളുടെ വലിയൊരു പേടകമാണെന്നും അവർ നിരന്തരം ഇവിടെ വന്ന് ഇറങ്ങാറുണ്ട് എന്നുമെല്ലാം പല ഗവേഷകരും പറയുന്നുണ്ട്. എന്തായിരിക്കും ഇതിൻ്റെ എല്ലാം യാഥാർത്ഥ്യം? ഇതെല്ലാം നമ്മൾ കൈലാസ പർവ്വതത്തിൽ നിന്നും അറിയാൻ പോവുകയാണ്. അയൺ ടോക്ക്. ഹിമാലയത്തിൻ്റെ ടിബറ്റിലേക്ക് നീങ്ങിക്കിടക്കുന്ന ഭാഗമാണ് കൈലാസ പർവ്വതം. ഡൽഹിയിൽ നിന്നും 865 കിലോമീറ്റർ അകലെ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 6690 മീറ്റർ ഉയരത്തിലായിട്ടാണ് കൈലാസം സ്ഥിതി ചെയ്യുന്നത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ നദികളിൽ ഒന്നായ തച്ലജ്, ബ്രഹ്മപുത്ര, കർണാലി തുടങ്ങിയവയുടെ ഉത്ഭവസ്ഥാനത്തിനടുത്ത് നിലകൊള്ളുന്ന ഈ വലിയ പർവ്വതം ബുദ്ധ, ഹിന്ദു, ജൈന മതങ്ങളുടെ പുണ്യസ്ഥലമാണ്. കൈലാസം എന്ന പേര് വന്നിരിക്കുന്നത് സംസ്കൃത ഭാഷയിൽ നിന്നുമാണ്. സ്ഫടികം എന്നർത്ഥം വരുന്ന കൈലാസ് എന്ന പദത്തിൽ നിന്നുമാണ് കൈലാസം എന്ന പേര് വന്നത്. ഹിന്ദുമത വിശ്വാസപ്രകാരം കൈലാസം ത്രിമൂർത്തികളിൽ ഒരാളായ പരമശിവന്റെ വാസകേന്ദ്രമാണ്. തൻ്റെ പത്നിയായ ശ്രീ പാർവതി ദേവിക്കും തൻ്റെ വാഹനമായ നന്ദിക്കുമൊപ്പം ശിവൻ ധ്യാനത്തിനിരിക്കുന്ന സ്ഥലമാണ് കൈലാസം. പർവ്വതത്തിൻ്റെ 4 മുഖങ്ങളിൽ ഓരോന്നിലും സ്ഫടികം, രത്നം, സ്വർണം, വൈഢൂര്യം എന്നിവ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്നും കൈലാസം വിശ്വാസത്തിൻ്റെ തൂണാണ് എന്നും വിഷ്ണു പുരാണത്തിലും പറയുന്നുണ്ട്. ജൈനമത വിശ്വാസപ്രകാരം കൈലാസ പർവ്വതത്തെ അഷ്ടപദ പർവ്വതം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ജൈന തീർത്ഥങ്കരൻ, ഋഷഭദേവൻ തുടങ്ങിയവർ മോക്ഷപ്രാപ്തിക്ക് വേണ്ടി ഇവിടെ തപം ചെയ്തിരുന്നു എന്നാണ് അവർ പറയുന്നത്. ബുദ്ധമത വിശ്വാസപ്രകാരം കൈലാസ പർവ്വതം ചക്രവംശരുടെ വാസസ്ഥലമായിട്ടാണ് കണക്കാക്കുന്നത്. എല്ലാ വർഷവും 1000-ലധികം തീർത്ഥാടകരാണ് ഈ കൈലാസ പർവ്വതത്തിന് സമീപത്ത് എത്തിച്ചേരുന്നത്. 1000 വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഈ തീർത്ഥാടനം തുടങ്ങിയതാണ്. പർവ്വതത്തെ വലം വെച്ച് കഴിഞ്ഞാൽ തങ്ങളുടെ എല്ലാ പാപങ്ങളും മോചിക്കപ്പെടും എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഇവിടെ എത്തിച്ചേരുന്ന ഇവർ ബുദ്ധമതത്തിൽപ്പെട്ട വിശ്വാസികളും ഹിന്ദുമത വിശ്വാസികളും ഇടതു നിന്ന് വലത്തോട്ടാണ് ഈ പർവ്വതത്തെ വലം വയ്ക്കുന്നത്. എന്നാൽ ജൈനമത വിശ്വാസികൾ വലത്തു നിന്നും ഇടത്തോട്ടാണ്, നേരെ തിരിഞ്ഞ് വലത്തു നിന്നും ഇടത്തോട്ടാണ് പ്രദക്ഷിണം ചെയ്യുന്നത്. കൈലാസ പർവ്വതത്തെ ഒരു തവണ വലം വെച്ച് വരുന്നതിന് 52 കിലോമീറ്റർ സഞ്ചരിക്കണം. ഇത്രത്തോളം ദിവസം ഒറ്റ ദിവസം കൊണ്ട് വലം വെച്ച് തീർക്കണം എന്നതാണ് അവരുടെ വിശ്വാസം, പലരുടെയും വിശ്വാസം. ഒരു തവണ ഇത്രത്തോളം ദൂരം വലം വയ്ക്കുന്നതിന് 15 മണിക്കൂറുകൾ വേണ്ടിവരും. ഈ വലിയ യാത്രയിൽ പലർക്കും മരണം വരെ സംഭവിച്ചിട്ടുണ്ട്. ഈ പർവ്വതത്തോട് ചേർന്ന് തന്നെ മാനസ സരോവരം, രക്ഷസ്ഥാൻ എന്നീ 2 തടാകങ്ങളാണ് സ്ഥിതി ചെയ്യുന്നത്. കൈലാസത്തിലേക്ക് പോകുന്നവർ മാനസ സരോവര തടാകവും വലം വയ്ക്കുക എന്നത് 15 മൈൽ വീതിയുള്ള മാനസ സരോവര തടാകം പവിത്രവും വിശുദ്ധവുമായാണ് വിശ്വാസികൾ കാണുന്നത്. തണുത്തുറഞ്ഞു കിടക്കുന്ന ഈ പർവ്വതത്തിന്റെ കാഴ്ച കാണുക എന്നത് വളരെ രസകരമാണ്. വേനൽക്കാലമായാൽ മഞ്ഞുരുങ്ങി 5 നദികളായി വേർതിരിയുന്ന മാനസരോവര തടാകം കൂടാതെ നദിക്ക് സമീപം പല വർണ്ണത്തിലുള്ള ധാരാളം വെള്ളക്കല്ലുകളും കാണുവാൻ സാധിക്കും. മാനസരോവര തടാകവും രാക്ഷസാസ് എന്ന ചെറിയൊരു തടാകവും നമുക്ക് കാണുവാൻ സാധിക്കും. ഇതിൽ രാവണൻ തപസ് ചെയ്ത സ്ഥലവും ദുഷ്ടദേവതമാരുടെ വാസസ്ഥലവും ആണെന്നാണ് വിശ്വാസം. അതുകൊണ്ട് അവിടുത്തെ ജലം ആരും എടുക്കാറില്ല. കൈലാസത്തിന്റെ താഴ്വരയിൽ കാണപ്പെടുന്ന ഈ 2 തടാകങ്ങളിൽ മാനസരോവര തടാകം വൃത്താകൃതിയിലും രക്ഷസ തടാകം അർദ്ധവൃത്താകൃതിയിലുമാണ് കാണപ്പെടുന്നത്. മാനസരോവര തടാകത്തിൽ ശുദ്ധജലവും എന്നാൽ രക്ഷസ തടാകത്തിൽ ഉപ്പ് നിറഞ്ഞ ജലവുമാണുള്ളത്. ഇനി കൈലാസ പർവ്വതം എങ്ങനെയാണ് ഉത്ഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം.
ഭൂമിയുടെ ചരിത്രത്തിലെ വലിയ കാലഘട്ടമായ പാലിയോജീൻ കാലഘട്ടം തുടങ്ങി 1 കോടി വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഇന്ത്യ ഏഷ്യയുടെ ഭാഗമായി മാറുന്നത്. അന്നേ വരെ ഇന്ത്യ ഒരു ചെറിയ ഭൂഖണ്ഡമായി വലിയ സമുദ്രങ്ങളിലൂടെ ഒഴുകി നടക്കുകയായിരുന്നു. ഏകദേശം 5.5 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ ഏഷ്യയുമായി കൂട്ടിയിടിക്കുന്നത്. ആ വലിയ കൂട്ടിയിടിയുടെ ഫലമായിട്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് അടക്കം ഹിമാലയ പർവ്വത നിരകളെല്ലാം രൂപം കൊള്ളുന്നത്. ഈ വലിയ കൂട്ടിയിടിയിൽ ഫലകങ്ങളുടെ അരികുപാളികളായ സിൻകോ പാളികളിൽ നിന്നുമാണ് വടക്കൻ ഫലകം വളഞ്ഞു വന്നാണ് കൈലാസം രൂപം കൊണ്ടത്. ഈ കൂട്ടിയിടിയുടെ സംഭവിക്കുന്നതിന് തൊട്ടു മുമ്പ് വരെ ഈ പ്രദേശത്ത് പൂർവേഷ്യയുടെയും നടുവിലായി സ്ഥിതി ചെയ്തിരുന്നത് ടെത്തിസ് മഹാസമുദ്രമായിരുന്നു. എന്നാൽ ഈ കൂട്ടിയിടിക്ക് ശേഷം ടെത്തിസ് സമുദ്രം ഇവിടെ ഈ പ്രദേശത്ത് നിന്നും പിൻവാങ്ങി. അതായത് കൈലാസം ഉൾപ്പെടെയുള്ള ഹിമാലയ പർവ്വതനിരകളെല്ലാം ഒരു കാലത്ത് കടലിനടിയിലായിരുന്നു എന്ന് പറയാം. അതിന്റെ ധാരാളം തെളിവുകൾ ഹിമാലയത്തിന്റെ താഴ്വാരത്ത് നിന്നും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കൈലാസത്തിനും മാനസരോവരത്തിനും ഇടയിലുള്ള പ്രദേശത്ത് നിന്നും ധാരാളം കടൽക്കാക്കകളുടെയും സമുദ്രജീവികളുടെയും ഫോസിലുകളും സാളഗ്രാമങ്ങളും ധാരാളമായി ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ വടക്ക് ഭാഗങ്ങളിൽ ധാരാളം ഉപ്പ് തടാകങ്ങളും ഇന്നും കാണുവാൻ സാധിക്കും. കൈലാസ് അടിയിലായിരുന്നു എന്നതാണ് ഒരു ടിബറ്റൻ ഐതിഹ്യമുണ്ട്. ടിബറ്റിന്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടുള്ള അലി എന്ന പ്രദേശത്താണ് ഹിമാലയം സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ഐതിഹ്യപ്രകാരം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് വലിയ തടാകത്തിനടിയിലായിരുന്നു ഈ കൈലാസം. പിന്നീട് തടാകത്തിൽ നിന്നും ബോധിസത്വൻ പുറത്തു വന്ന് വലിയൊരു ചാല് കീറിയതോടെയാണ് തടാകത്തിലെ ജലം മുഴുവൻ ഒഴുകിപ്പോയത്. അങ്ങനെ കീറിപ്പെട്ട ചാലാണ് ടിബറ്റിലെ സാങ്പോ നദി അഥവാ നമ്മുടെ ബ്രഹ്മപുത്ര. ഒരേ സമയം തന്നെ വിശ്വാസവും ശാസ്ത്രവും ചരിത്രവും എല്ലാം കൂടിക്കലർന്ന് നമ്മെ അത്ഭുതപ്പെടുത്തുകയും നിഗൂഢ സങ്കല്പങ്ങളിലൂടെ നമ്മെ കൊണ്ടുപോവുകയും ചെയ്യുന്നതിന്റെ പേരായി മാറിയിരിക്കുകയാണ് കൈലാസം. വിശ്വാസികൾക്ക് ആത്മീയത്തിന്റെ അവസാന വാക്കും ശാസ്ത്രലോകത്തിന് പരിവേഷണങ്ങളും ഗവേഷണങ്ങളും നടത്താൻ സാധിക്കാത്ത വലിയൊരു കൊടുമുടിയുമായി മാറിയിരിക്കുന്ന നിഗൂഢത നിറഞ്ഞതാണ് ഇന്ന് കൈലാസം. അമേരിക്കയും റഷ്യയുമെല്ലാം നിരന്തരമായി നടത്തിയിരിക്കുന്ന പരീക്ഷണങ്ങളിൽ നിന്നും വ്യക്തമാക്കി മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് താമരയുടെ ഇലകൾ പോലുള്ള ചെറുതും വലുതുമായ മറ്റനേകം പർവ്വതനിരകൾക്ക് നടുവിൽ ആയി സ്ഥിതി ചെയ്യുന്ന മഞ്ഞു മൂടിയിരിക്കുന്ന ഈ കൈലാസ പർവ്വതം ലോകത്തിന്റെ അച്ചുതണ്ടിന്റെ കേന്ദ്രമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ആക്സിസ് മൗണ്ട് എന്നാണ് ഈ കൈലാസത്തെ അവർ വിശേഷിപ്പിക്കുന്നത്. കൈലാസത്ത് നിന്നും ഭൂമിയുടെ നോർത്ത് പോളിലേക്ക് കൃത്യം 6666 കിലോമീറ്ററുകളാണ്. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും നിഗൂഢമായ മറ്റൊരു നിർമ്മിതിയായ സ്റ്റോൺ ഹെറ്റിലേക്കും ഇതേ ദൂരം തന്നെ 6666 കിലോമീറ്റർ തന്നെയാണ്. അതുപോലെ ഭൂമിയുടെ സൗത്ത് പോളിലേക്കുള്ള ദൂരം ഏകദേശം 13332 കിലോമീറ്ററാണ്. അതായത് ഭൂമിയുടെ നോർത്ത് പോളിലേക്കുള്ള ദൂരത്തിന്റെ കൃത്യം ഇരട്ടി ദൂരം. ഇത്രത്തോളം കൃത്യതയിൽ ഈ ഒരു പ്രദേശത്ത് എങ്ങനെയായിരിക്കും ഇത്രത്തോളം കൃത്യതയിൽ ഭൂമിയുടെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ വലിയ പർവ്വതം യഥാർത്ഥത്തിൽ എന്താണ് എന്നതിനെക്കുറിച്ച് ലോകരാജ്യങ്ങൾ ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തന്നെ അവർ ഈ പഠനം തുടങ്ങിയതാണ്. 1812 മുതൽ വിദേശ പരിവേഷണ സംഘങ്ങൾ കൈലാസ മാനസരോവര മേഖലയിൽ പരിവേഷണങ്ങൾ നടത്താൻ ശ്രമിച്ചു. അന്നുവരെ ലോകഭൂപടത്തിൽ ഈ പ്രദേശം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. വിശാലമായ സർവേയിലൂടെ ആ ശൂന്യതയെ എന്താണെന്ന് കണ്ടെത്തുവാൻ പരിവേഷണങ്ങൾ ചെയ്തു. 1816 വില്യം വെബ് എന്ന ബ്രിട്ടീഷ് ഗവേഷകൻ ടിബറ്റൻ പ്രദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ചുവെങ്കിലും അന്നതിന് അനുമതി ലഭിച്ചില്ല. പിന്നീട് 1846 അവരുടെ ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. പിന്നീട് പല തവണകളിലായി പല മാർഗങ്ങളിലൂടെ ഈ മേഖലയെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിച്ചത്. സോവിയറ്റ് യൂണിയൻ ശക്തി പ്രാപിച്ചിരുന്ന കാലഘട്ടത്തിൽ അന്ന് അധികാരത്തിലുണ്ടായിരുന്ന ടിബറ്റൻ മേഖല അടക്കം തങ്ങളോട് ചേർക്കുവാൻ അവർ ആഗ്രഹിച്ചിരുന്നു. അതുപോലെ തന്നെ ലോകത്തെ കിടുകിടാ വിറപ്പിച്ചിരുന്ന ഹിറ്റ്ലറും കൈലാസത്തെക്കുറിച്ചും ഈ മേഖലയിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നതിനെക്കുറിച്ചും എല്ലാം പഠിക്കുന്നതിനായി ടിബറ്റൻ മേഖലയിലേക്ക് രഹസ്യമായും പരസ്യമായും തന്റെ സൈനികരെ അയച്ചിട്ടുണ്ട്. ഹിറ്റ്ലറെ പോലെ തന്നെ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമായിരുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യവും ഈ മേഖലയിൽ അധികാരം സ്ഥാപിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമായ മൗണ്ട് എവറസ്റ്റിന്റെ ഉയരം 8849 കിലോമീറ്ററുള്ള മൗണ്ട് എവറസ്റ്റ് ആണ് എന്ന് നമുക്കറിയാം. ഇത്രത്തോളം ഉയരമുള്ള ഈ കൊടുമുടി ഇന്നേവരെ കീഴടക്കിയിരിക്കുന്നത് 6664 പേരോളമാണ്. എന്നാൽ ഒരുപാട് പേർ പരിശ്രമിച്ചിട്ടും
ഇതിനേക്കാൾ ഉയരം കുറഞ്ഞ 2 കിലോമീറ്ററോളം ഉയരം കുറഞ്ഞ് 6638 കിലോമീറ്റർ മാത്രം ഉയരമുള്ള കൈലാസപർവ്വതത്തിന്റെ മുകളിൽ എത്തിച്ചേരുവാൻ സാധിച്ചിരിക്കുന്നത് 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ടിബറ്റിൽ നിന്നുമുള്ള മെലേറെപ്പെ എന്ന ബുദ്ധ സന്യാസി മാത്രമേ കീഴടക്കിയിട്ടുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും നമുക്ക് ലഭ്യമായിട്ടില്ല. പിന്നീട് 1926 കൈലാസത്തിന്റെ വടക്കുഭാഗത്തെക്കുറിച്ച് വിശദമായി പഠനങ്ങൾ നടത്തിയിരുന്നു. ഏകദേശം 6000 അടി ഉയരത്തിന് മുകളിലേക്ക് കയറുക എന്നത് ദുഷ്കരമാണെന്ന് മനസ്സിലായി. പിന്നീട് 1936 ഹെൻബർട്ട് ടിച്ചി എന്ന ശ്രമം നടത്തി. ഇതിനപ്പുറം പോകുവാൻ സാധിച്ചിട്ടില്ല. 1980 ഹാർട്ട് മെൽസൺ എന്ന പർവ്വതാരോഹകനും 2000 ഒരു സ്പാനിഷ് സംഘത്തിനും ചൈന ഗവൺമെന്റ് പർവ്വതാരോഹണത്തിനുള്ള അനുമതി നൽകി. പക്ഷേ അവർക്കും ഇതിന് മുകളിലേക്ക് എത്താൻ സാധിച്ചില്ല. പലരും മരിച്ചു പോവുകയും ചിലരെ കാണാതാവുകയും എല്ലാം ചെയ്തു. അങ്ങനെ ചൈന ഗവൺമെന്റ് ഈ പ്രദേശത്തേക്കുള്ള പർവ്വതാരോഹണം പൂർണ്ണമായും നിരോധിച്ചു. കൈലാസം കയറാൻ ശ്രമിച്ച പർവ്വതാരോഹകർ പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ വിചിത്രമാണ്. കൈലാസപർവ്വതത്തിൽ നിന്നും തിരികെ എത്തിയപ്പോഴേക്കും തങ്ങളുടെ മുടിയും നഖവുമെല്ലാം സാധാരണയേക്കാൾ കൂടുതൽ വേഗതയിൽ വളർന്നു എന്നും സാധാരണഗതിയിൽ മുടിയും നഖവും വളരുന്നതിന് 2 ആഴ്ചത്തോളം സമയമെടുക്കും. എന്നാൽ വെറും 12 മണിക്കൂറുകൾ കൊണ്ടാണ് തങ്ങൾക്ക് ഈ അനുഭവം ഉണ്ടായത് എന്നും ഭൂമിയിലെ മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് കൈലാസപർവ്വതത്തിൽ സമയം അമിത വേഗതയിലാണ് സഞ്ചരിക്കുന്നത് എന്നുമാണ് അവർ പറഞ്ഞത്. സാധാരണ സമയത്തെ നിയന്ത്രിക്കാൻ എന്നാണ് അവർ പറഞ്ഞത്. സൈബീരിയയിൽ നിന്നും കൈലാസത്തിൽ എത്തിയ സഞ്ചാരികൾ അടക്കം പർവ്വതം കീഴടക്കാൻ ശ്രമിച്ച പലരും ഇതേ കാര്യങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. സാധാരണ സമയത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നത് സ്പീഡും ഗ്രാവിറ്റിയും മാത്രമാണ്. എന്നാൽ ഈ പറയപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള ശാസ്ത്രീയ അടിത്തറയുമില്ല. നമ്മുടെ യുക്തിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നതുമല്ല. 12 മണിക്കൂറുകൾ കൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എങ്കിൽ ഇവിടെ കുറച്ചു നേരം സമയം കൂടെ ചെലവഴിച്ചു കഴിഞ്ഞാൽ നിസ്സാര സമയങ്ങൾക്കുള്ളിൽ അകാല വാർദ്ധക്യം ബാധിച്ച് അവർ മരിച്ചു പോകേണ്ടതാണ്. അങ്ങനെ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കുവാൻ അത്രയ്ക്ക് പ്രയാസമാണ് നമുക്ക്. 1992 കൈലാസത്തിൽ എത്തിയ ഏണസ്റ്റ് മുൾദിഷിസ് എന്ന ബ്രിട്ടീഷ് ഡോക്ടറും സംഘവും ഇവിടെ പഠനങ്ങൾ നടത്തുവാൻ തീരുമാനിച്ചു. അവർ പറഞ്ഞത് കൈലാസത്തിന്റെ വശങ്ങളെല്ലാം ഒരേപോലെയുള്ള ആകൃതിയും വലിപ്പവുമാണുള്ളത്. അതായത് ഈജിപ്തിലെ പിരമിഡ് പോലെ. ഈജിപ്തിലെ പിരമിഡുകൾ പോലെയാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഇത്രത്തോളം പ്രകൃതിദത്തമായി രൂപം കൊണ്ട പർവ്വതത്തിന് ഒരിക്കലും ഇത്ര സമമിതി കണക്കാക്കുവാൻ സാധിക്കുകയില്ല. മാത്രമല്ല സ്ഥിതി ചെയ്യുന്ന സ്ഥാനം സൗത്ത് പോളിൽ നിന്നും നോർത്ത് പോളിൽ നിന്നും വളരെ കൃത്യം അകലത്തിലാണ് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കൈലാസം എന്നത് പ്രകൃതിദത്തമല്ല, ഇതൊരു വലിയ നിർമ്മിതിയാണ്. അവർ പറയുന്നത് അന്ന് ഏണസ്റ്റ് ടിബറ്റിൽ താമസിച്ച് 7 പ്രാവശ്യം ഈ കൈലാസപർവ്വതത്തെ ചുറ്റും പരിക്രമണം ചെയ്തു. ഓരോ തവണയും ചുറ്റളവെടുക്കുമ്പോഴും അദ്ദേഹത്തിന് കിട്ടുന്നത് മീറ്ററുകളോളം മാറ്റമുള്ള വലിയ അളവുകളാണ്. അതുകൊണ്ട് തന്നെ കൈലാസപർവ്വതം ചെറുതായി ചലിച്ചുകൊണ്ടിരിക്കുകയോ രൂപമാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയോ ചെയ്യുന്നു എന്നതാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയില്ല. കൈലാസത്തെയും സമീപത്തുള്ള മറ്റു പർവ്വതങ്ങളെയും താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ അതൊരു താമരയുടെ ആകൃതിയിലായിട്ടേ നമുക്ക് തോന്നും. അതായത് പ്രകൃതിദത്തമായി ഉണ്ടായ ഒരു പർവ്വതമല്ല. ഇത് ബഹിരാകാശത്ത് നിന്നും ആ ഒരു പ്രദേശത്തേക്ക് വന്നു വീണതാണ്. അങ്ങനെ വന്നു വീണ സമയത്ത് മറ്റു പർവ്വതങ്ങളെല്ലാം വശങ്ങളിലേക്ക് മാറിക്കൊടുത്തത് കൊണ്ടാണ് ഇങ്ങനെയൊരു ആകൃതിയിൽ കാണുവാൻ സാധിക്കുന്നത് എന്നാണ് മറ്റു ചില ഗവേഷകർ പറയുന്നത്. പ്രകൃതിദത്തമായ മറ്റു പർവ്വതങ്ങളെ അപേക്ഷിച്ച് കൈലാസം നല്ല മെറ്റൽ ഫിനിഷ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൈലാസം അന്യഗ്രഹ ജീവികളുമായി ബന്ധപ്പെട്ട് ധാരാളം കഥകൾ പറയുന്നുണ്ട്. അവർ ഭൂമിയിലെ ഇത് മനസ്സിലാക്കുന്നതിനും ഭൂമിയിലെ മറ്റു പ്രദേശങ്ങളിൽ നിർമ്മിച്ചിട്ടുള്ള നിർമ്മിതികൾ അവർ ഭൂമിയുമായി കണക്ട് ചെയ്യുന്നതിന് വേണ്ടി ഭൂമിയുടെ മധ്യഭാഗത്ത് തന്നെ നിർമ്മിച്ചിരിക്കുന്ന വലിയൊരു നിർമ്മിതിയാണ് കൈലാസപർവ്വതമെന്നും ഇവിടെ അവർ വന്നിറങ്ങാറുണ്ട് എന്നുമെല്ലാം പറയുന്നുണ്ട്. മാത്രമല്ല നല്ല പൗർണമിയുള്ള രാത്രിയിൽ
ആ പ്രദേശത്ത് വസിക്കുന്നവർ വാതിലുകളും ജനലുകളുമെല്ലാം ഭദ്രമായി അടച്ചതിനു ശേഷം മാത്രമേ കിടന്നുറങ്ങാറുള്ളൂ. കാരണം പൗർണമി രാത്രികളിൽ മാനസരോവര തടാകത്തിന് സമീപത്ത് വലിയ പ്രകാശവും ശബ്ദവും എല്ലാം കേൾക്കാറുണ്ട്. ഈ സമയത്ത് അവിടെയുള്ള മറ്റു മൃഗങ്ങളും കന്നുകാലികളുമെല്ലാം ഉറക്കെ നിലവിളിക്കാറുമുണ്ട്. എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് നമുക്കറിയില്ല. കൈലാസപർവ്വതം സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം ചൈനയുടെ അധിനിവേശ ടിബറ്റ് ആയതുകൊണ്ട് തന്നെ അവിടേക്ക് യാത്ര ചെയ്യണമെങ്കിൽ പാസ്പോർട്ട് നിർബന്ധമാണ്. ഇന്നേ വരെയുള്ള പഠനങ്ങളുടെ വെളിച്ചത്തിൽ ശാസ്ത്രലോകം പറയുന്നത് ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകളെല്ലാം ഉപയോഗിച്ചാലും നമുക്ക് ഇന്ന് കൈലാസത്തിൻ്റെ പർവ്വതത്തെ കീഴടക്കുക എന്നത് അസാധ്യമാണെന്നാണ്. കൈലാസപർവ്വതത്തെക്കുറിച്ചുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി.